കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച പഴയങ്ങാടി വെങ്ങര സ്വദേശി റീമയും ഭർത്താവുമായുള്ള ഫോൺ സംഭാഷണം പുറത്ത്. കമൽരാജിന്റെ അമ്മയാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്നും റീമയുടെ ശബ്ദ സംഭാഷണത്തിൽ പറയുന്നു. അതേസമയം റീമയുടെ ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറിപ്പിലുള്ളത്. കുട്ടീനെ കാണാൻ വന്നോന്നല്ലേ ഞാൻ പറഞ്ഞു. ഓൻ ഉറങ്ങുന്നോണ്ടല്ലേ ഞാൻ പറയുന്നു ഉറങ്ങുന്നു കുഞ്ഞിനെ. അതെ, ഇത്രയും രാവിലെ വരെ സമയം ഉണ്ടായിനല്ലോ കുഞ്ഞി. ഇപ്പല്ലേ ഉറങ്ങുന്നു. ഞാൻ രാവിലെ വരെ ഉണ്ടായിനല്ലോ ഇടാ. നിങ്ങൾക്ക് എന്നാന്ന് ഞാൻ പണിക്ക് പോകുന്നത് പറ്റൂല. എനക്ക് പിന്നെ നിങ്ങൾ ചെലവിന് തരുന്നില്ല. പിന്നെ നിങ്ങ എന്തിനാ എനിക്ക് മനസ്സമാധാനക്കേട് ഇങ്ങനെ ആക്കുന്നു? ഞാൻ ഇല്ലാത്തവരെ ഇങ്ങോട്ട് കുഞ്ഞിനെ അന്വേഷിച്ച് ആരും വരണ്ട. കാരണം ഞാൻ ഈടെ ആക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ തന്നെ ഉണ്ടായിക്കോളണം. അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിലല്ലേ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ലു. അങ്ങനെ എടുത്തിട്ട് പോന്നെങ്കിൽ ഞാൻ പിന്നെ ഇല്ലാത്തരം നോക്കിയ കഥയെല്ലാം പറയൊന്നും വേണ്ട അധികം. അല്ലെങ്കിൽ വലിയ നോക്കാൻ വന്ന ആള് ഇത്രയും കാലം ചത്തിനോ ജീവിച്ചിനോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. വലിയ ആരെ കാണിക്കാനാന്ന് എടുത്തിട്ട് പോയിനി. അനക്ക് ഇനി ഒരു കളിയും ഇല്ല. 2 വഴിക്ക് പോവാ, അതന്നെയാ നല്ലേ. അതിനുള്ള തീരുമാനം എടുത്തോ. ഇനി പോകുന്നതിനുള്ളിൽ അതന്നെയാ നല്ലേ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് വെങ്ങര നടക്കുതാഴെ സ്വദേശിനി MV റീമ 2.5 വയസ്സുകാരൻ മകൻ കൃഷിവരാജിനെയും ദേഹത്ത് കെട്ടി പുഴയിൽ ചാടി മരിച്ചത്. ഭർത്താവ് കമൽരാജുമായുള്ള റീമയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞിനെ തനിക്ക് വിട്ടു നൽകണമെന്ന് കമൽരാജ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് ജീവനുള്ളിടത്തോളം കാലം കുഞ്ഞിനെ വിട്ടുതരില്ലെന്ന് റീമ മറുപടി പറയുന്നുണ്ട്. ഭർത്തൃമാതാവിന്റെ പീഡനം സഹിക്കാനാവുന്നില്ലെന്നും ഫോൺ സംഭാഷണത്തിലുണ്ട്. നിന്റെ അടുത്ത് നിർത്തിക്കുന്ന കാര്യം അന്നേരം നമുക്ക് ആലോചിക്കാം. എന്തിനാന്ന് എനിക്ക് കുഞ്ഞിനെ? നിനക്ക് എന്തിനാന്ന്? എനിക്ക് നോക്കാൻ കഴിയാനിട്ടല്ലേ നമ്മ ഇപ്പൊ 2 വയസ്സായത്. നിന്റെ അമ്മക്ക് എന്തിനാന്ന് പോറ്റാൻ കുഞ്ഞിനെ? ഇനി നമ്മളെ ജീവിക്കാൻ വിടാണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് ഇനി എന്തിനാടാ കുഞ്ഞിനെ? ഞാൻ നോക്കാനും നീ നോക്കാനും ഇല്ല അവസ്ഥ ആരാ ആക്കീനി? താങ്ങി പിടിക്കുന്നു. നീ നോക്കാനും ഞാൻ നോക്കാനും ഇല്ല അവസ്ഥ ആരാ ആക്കീനി? പിന്നെ എന്തിനാന്നാ പെണ്ണുങ്ങൾക്ക് നീ കുഞ്ഞിനെ പുഴുങ്ങി തിന്നാനാ? പെണ്ണുങ്ങൾ അണ്ണാക്കിൽ ഇട്ട് കൊടുക്കടാ എന്നാ കുഞ്ഞിനെ. പിന്നെയും പെണ്ണുങ്ങൾക്ക് നീ കുഞ്ഞിനെയും കൂടി ജീവിതം തോൽക്കാനിട്ട് നിന്റെ ഒമ്മാരി അമ്മച്ചിക്ക് നീ പുഴുങ്ങാൻ കൊടുക്കാനാ നിനക്ക് ഇപ്പൊ കുഞ്ഞിനെ? ഇത്രയും നാളും തിരിഞ്ഞു നോക്കാത്ത അമ്മച്ചി. നിനക്ക് എന്തിനു കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യം? എന്നാ നമുക്ക് രണ്ടാക്കും ഒന്നിച്ചെടിങ്ങ് പോയി ജീവിക്കാം. അതിന് എനിക്ക് കഴിയുന്നില്ലല്ല. പിന്നെ നിന്റെ അമ്മച്ചിക്ക് പോറ്റാൻ കൊടുക്കാനാണ് കുഞ്ഞിനെ എനിക്ക്? ഇതല്ലേ കുഞ്ഞിനെ പോറ്റുന്ന ആള്? അനക്കും വേണ്ട നിങ്ങളെ ആവശ്യം ഇല്ല. ഇനി അത്രക്ക് വെറുത്ത് അറുത്ത് പോയി. ഇനി എന്തിനാന്ന്? ഇനി എനക്ക് ജീവനില്ലെടുത്തോളം ഞാൻ ഓനെ നിങ്ങളടുത്തേക്ക് വിടൂല. ഒന്നിക്ക ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചാവും ആ അവസ്ഥയിലെത്തിനെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ഞാൻ ഇനി വിടുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇനി എന്ത് നിയമം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളൊന്നിച്ച് വിടൂല. അതേസമയം റീമയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയില്ലെന്നും എന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല. കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണെന്നും കുറിപ്പിൽ പറയുന്നു. 2015 കമൽരാജും റീമയും തമ്മിലുള്ള വിവാഹം നടന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.